മറ്റു മനുഷ്യന്മാരുടെ കുറ്റം കണ്ടെത്താനും അവരുടെ രഹസ്യങ്ങളൊക്കെ പരസ്യമാക്കാനും അവരെ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നുള്ള ലിസ്റ്റ് തയ്യാറാക്കാനൊക്കെ വേണ്ടി മാത്രമുള്ളതാണ് നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളുടെയും ഇസ്ലാം. ഒരു മനുഷ്യന്റെ അടുത്ത് നിന്ന് ഒരു തെറ്റ് സംഭവിക്കുമ്പോഴേക്ക് നമ്മളതൊരു വലിയ സംഭവമാക്കി ചർച്ച ചെയ്ത് അവസാനം ആ മനുഷ്യനെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്നത് വരെ എത്തും കാര്യങ്ങൾ. ഈ ആളുകളുടെ വിചാരം ഇസ്ലാമും ഈമാനൊക്കെ അവരുടെ പോക്കറ്റിലാണെന്ന്. എന്നാൽ സ്വന്തം കാര്യം വരുമ്പോ ഇസ്ലാമും ഇല്ല ഈമാനും ഇല്ല. അപ്പോ ഇസ്ലാമൊക്കെ മടക്കി അട്ടത്ത് വെക്കും, എന്നിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ തീരുമാനിക്കും, നടപ്പിലാക്കുകയൊക്കെ ചെയ്യും. ബാക്കിയുള്ള ആളുകളുടെ കാര്യത്തിൽ അവരുടെ ഈമാൻ അളക്കാനും അവരുടെ ഇസ്ലാം ജഡ്ജ്മെന്റ് ചെയ്യാനൊക്കെ ഇവര് മുന്നിലായിരിക്കും. അവരെന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു, അവർ പള്ളിയിൽ പോകാറുണ്ടോ, നിസ്കരിക്കാറുണ്ടോ, നോമ്പെടുക്കാറുണ്ടോ, അവരെ തലയിൽ തട്ടുണ്ടോ, അവരെ തലയിൽ തൊപ്പിയുണ്ടോ, ഇതൊക്കെയായിരിക്കും ആ ആളുകളുടെ പ്രധാനപ്പെട്ട കൺസേൺ. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം എല്ലാ സമയത്തും അവന്റെ ചിന്ത എന്റെ ഈമാൻ പ്രോപ്പർ ആണോ, ഞാനും പടച്ചോനും തമ്മിലുള്ള കണക്ഷൻ ഓക്കെ ആണോ, ഈ ഒരു ചിന്തയിലായിരിക്കും ഒരു യഥാർത്ഥ മുസ്ലിം ഉണ്ടാവുക. അയാളുടെ ഇസ്ലാമും ഈമാനും അത്രയും ആത്മാർത്ഥമായിട്ടുള്ളതാണെങ്കിൽ അയാൾക്ക് ബാക്കിയുള്ള മനുഷ്യന്മാരെ ജഡ്ജ് ചെയ്യാനോ അവർക്ക് മാർക്കിടാനോ അവർ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നുള്ള ലിസ്റ്റ് തയ്യാറാക്കാനോ ഒന്നും അവർക്ക് നേരം ഉണ്ടാവില്ല. അവരുടെ ഒരു കൺസേൺ ആയിരിക്കില്ല അത്. ഇതൊന്നുമില്ലാതെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മെക്കെട്ട് കയറാനുള്ള ലൈസൻസ് ആയിട്ട് കാണുന്ന ആളുകളാണ് ഈ വക ജഡ്ജ്മെന്റിനും പരിപാടിക്കൊക്കെ വരുന്നത്. എന്നാൽ നിങ്ങൾ ഈ പറയുന്ന ഇസ്ലാം ഉണ്ടല്ലോ, അത് മറ്റൊരു മനുഷ്യന്റെ മെക്കെട്ട് കയറാനുള്ള ലൈസൻസ് അല്ല. പകരം നമ്മളുടെ ജീവിതം പ്യൂരിഫൈ ചെയ്ത് വളരെ സിമ്പിളായി ശാന്തമായിട്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാത്തൊരു ജീവിതമാക്കി മാറ്റാനുള്ള ഒരു ഗൈഡ് ലൈൻ ആണ്. പിന്നെ അവസാനമായിട്ട് ഒരു കാര്യം കൂടി, ആരൊക്കെയാണ് നല്ലത്, ആരൊക്കെയാണ് മോശം, ആരൊക്കെയാണ് സ്വർഗത്തിൽ പോവുക, ആരൊക്കെയാണ് നരകത്തിൽ ഉണ്ടാവുക എന്നുള്ളത് പടച്ചോന്റെ തീരുമാനമാണ്. പടച്ചോന്റെ പണി പടച്ചോനെടുത്തോളൂ, നിങ്ങൾ എടുക്കാൻ നിൽക്കണ്ട.